ആയിക്കോട്ടുകാരേ എല്ലാവരും വായോ. അതെ, നമുക്കിന്ന് ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കാം. എന്നിട്ടെന്നറിയോ, മലബാർക്കാരുടെ ഇഷ്ടപലഹാരമായ നമ്മുടെ കായ്പോള സൂപ്പർ സാധനമാണ്. അതൊന്നും എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. എല്ലാവരും വായോ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 3-4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പഴം ഉണ്ടല്ലോ, പഴത്തിൻ്റെ അങ്ങോട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിടണം കേട്ടോ. അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഈ മുട്ടയും പൊട്ടിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയിൽ ജാർ അങ്ങോട്ട് എടുത്ത് വെച്ചോ. അതിലേക്ക് നമ്മൾ ഈ പൊട്ടിച്ച മുട്ടയും ഒരു 2 സ്പൂൺ പാലും പിന്നെ ആവശ്യത്തിന് മധുരത്തിനുള്ള, പഴത്തിൽ മധുരം ഉണ്ട് എന്നാലും ഇത്തിരി മധുരം മുൻപ് നിൽക്കണതിന്. അപ്പോൾ അതിനുള്ള പഞ്ചസാരയും നമുക്ക് ആവശ്യമുള്ളത് ഇട്ടിട്ട് പിന്നെ ഏലക്കായ പൊടി അതും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ച് പതപ്പിക്കുക മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് ആ മിക്സിയിൽ നമ്മൾ പതപ്പിച്ച നമ്മുടെ ആ മിശ്രിതം ഉണ്ടല്ലോ അതും എടുത്തിട്ട് നീക്കി അങ്ങോട്ട് വെച്ചോ. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മുടെ പാൻ അടുപ്പത്ത് വയ്ക്കുക. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ മാറ്റി വയ്ക്കണട്ടാ. പിന്നെ നമ്മൾ ഈ പഴം നുറുക്കിയതുണ്ടല്ലോ, ആ പഴം നുറുക്കിയതും നല്ലോണം അങ്ങോട്ട് ഈ നെയ്യിലിട്ടിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ച ആ മിശ്രിതം ഉണ്ടല്ലോ അതും ഒഴിക്കുക. നമ്മുടെ പഴം ഇടുക, വഴറ്റിയ സാധനങ്ങൾ, അത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നിങ്ങൾ മാറ്റി വെച്ചോട്ടാ. എന്നിട്ട് വഴറ്റിയിട്ട് അത് ആ മിശ്രിതം ഉണ്ടല്ലോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ ചുറ്റുപാടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് ഈ മിശ്രിതം കൂടെ ഒഴിക്കുക. അപ്പോൾ ഈ പാൻ വെക്കുന്നതിന് ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു പഴയ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാൻ ആദ്യം വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഉണ്ടാക്കണ പാൻ അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് തീയാണെങ്കിൽ ഏറ്റവും സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് ഈ സാധനം മൂടി വെച്ചിട്ട് വേവിക്കുക. തീ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വേവിച്ചിട്ട് ഒരു ഹാഫ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം ഒന്ന് ഭംഗിയിലാക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെയും ഒരു 10-15 മിനിറ്റ് വേവിക്കുക. എനിക്കൊരു അത്യാവശ്യം ഒരു 10-25 മിനിറ്റ് ഇത് നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് വേവാൻ. എന്നിട്ട് നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് കമത്തി അങ്ങോട്ട് എടുക്കുക. സൂപ്പർ സാധനം കേട്ടോ. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ എന്നെയും എൻ്റെ കായ്പോളയിലേക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം ട്ടാ.